പൈനാപ്പിൾ പുഡിംഗ് ആണ്. അതിന് 2 കപ്പ് പൈനാപ്പിൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിൽ ഇടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് ഇതിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 4 എഗ് യോക്ക്, എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 എഗ് യോക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, അത് ഒരു 3/4 ടിന്ന് വരെ ആവാം. നോർമൽ മധുരമാണെങ്കിൽ 1/2 ടിന്ന് മതിയാവും. പിന്നെ 1 കപ്പ് മിൽക്ക്, പിന്നെ ജലാറ്റിൻ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, 4 എഗ് വൈറ്റ്. ആദ്യം നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ പാനിലേക്ക് ഇട്ടിട്ട് അതിൽ പഞ്ചസാരയും ചേർത്ത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് സ്ലോലി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് നമുക്ക് പൈനാപ്പിൾ വെന്ത് കിട്ടും. പിന്നെ പൈനാപ്പിളിനും വെള്ളം ഉണ്ടാവും, അത് പിന്നെ നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട, അതിൽ കിടന്ന് വേവട്ടെ. അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അത് ചെറിയ തീയിലവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഞാൻ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ജലാറ്റിൻ ഇട്ട് ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് മെൽറ്റാവാൻ വെക്കുന്നുണ്ട്. ഒരു 1/2 അവർ വെച്ചാൽ മതിയാവും. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ബീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല ക്രീമി പോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആവണം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ നമുക്ക് റെഡിയായി വരുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റുന്നതനുസരിച്ച് പൈനാപ്പിൾ വെന്തോളും. വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ആ നെയ്യും കൂടി ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്കാണ്. അത് നമുക്കൊരു നന്നായി ഒന്ന് ഒരു ബൗളിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ച പാല്, 1 കപ്പ് പാല്, പിന്നെ കണ്ടൻസ് മിൽക്ക് 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. ഒരു 3/4 ടിന്ന് വരെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല മധുരം വേണമെങ്കിൽ 3/4 ടിന്ന് യൂസ് ചെയ്യാം. നോർമൽ മധുരമാണെങ്കിൽ 1/2 ടിന്ന് മതിയാവും. അതൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വലിയ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ച ജലാറ്റിൻ ഇടാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചൂടുള്ള കസ്റ്റാർഡിലേക്ക് തന്നെ നമുക്ക് ഈ ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജലാറ്റിൻ മെൽറ്റ് ആവില്ല. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ജലാറ്റിൻ ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കിടന്ന് ജലാറ്റിനൊന്ന് മെൽറ്റ് ആയിക്കോളും. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേവിച്ച് വെച്ച പൈനാപ്പിളും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഇടാം. ചൂടോടുകൂടി തന്നെ ഇടുമ്പോൾ ആ നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പൈനാപ്പിൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല മിക്സായിട്ട് വരും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഇതൊന്ന് തിക്കായി വരുന്നുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അത് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് എഗ് വൈറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ.
ചൂടിപ്പോൾ നല്ലോണം ആറിയിട്ടുണ്ട്. ഞാൻ എഗ് വൈറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലോലി മിക്സ് ചെയ്താൽ മതിയാവും. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊരു പുഡിംഗ് ബൗളിലേക്ക്, പുഡിംഗ് ട്രേയിലേക്ക് ഇത് മാറ്റാം. ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ എഗ് വൈറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ച് പതുക്കൊന്ന് നിരത്തി പൈനാപ്പിൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.